ഹലോ ഗായ്സ്, കുറേയായി ട്രിപ്പ് പോകണം ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അതുവരെ സക്സസ് ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഫൈനലി ഒരു 3-4 ദിവസത്തെ മുന്നേ ഞങ്ങളത് ഫൈനലൈസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങി ഗായ്സ്. ആ പോകുന്ന ഒരു കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. മക്കളൊക്കെ ഫുൾ ഓൺ പവറിലായിരുന്നു. ഏതായാലും ആ ട്രിപ്പൊക്കെ ഞങ്ങൾ യാത്ര തുടർന്നു. അമ്മയും അമ്മായിമാരും വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, ഇപ്പയുടെ ഫാമിലി, ഏട്ടനനിയന്മാരെ മക്കൾ കേട്ടോ. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആണുങ്ങളായിട്ട് ഹസ്ബൻഡ്സായിട്ട് ആരതും ഇല്ല. പിന്നെ മക്കളാണുള്ളത്. ഗേൾസായിട്ടും ബോയ്സായിട്ടുള്ള മക്കൾസ് ഉണ്ട്. പിന്നെ സിസ്റ്റേഴ്സും കസിൻസും അങ്ങനെ പറയാം. അങ്ങനെ ഞങ്ങളിതാ യാത്ര തുടർന്നിട്ടുണ്ട്. കുറേ ആയി ഗൈസ്, പോകണം ഫാമിലി ട്രിപ്പ് അടിക്കണമെന്ന് പറയുന്നു. പക്ഷേ ഓരോ ഇഷ്യൂസ് കാരണം ഒന്നും നടന്നിട്ടില്ലായിരുന്നു. ഫൈനലി ഞങ്ങളത് നടത്തിയെടുത്തു. വെക്കേഷനല്ലേ വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചുരം കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഫുൾ ഓൺ പവറിലാണ്. ഐഷു ഏതായാലും സൈഡായിട്ടുണ്ട്. ഐഷുവിന് ഷാർദിൻ്റെ ടെൻഡൻസി വരും. ടാബ്ലറ്റൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്നത്. എന്നാലും ഒരു ധൈര്യക്കുറവ്. ഓൾ സൈഡായിട്ടുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും ആന വരും, കുരങ്ങുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓളെ ഞാൻ മൂഡ് മാറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കഴിച്ചിലായി. ഞങ്ങൾക്ക് ആ 10-ാം വളം എത്തിയപ്പം ഒന്ന് ഇറങ്ങി. അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. വയനാട്ടിൽ പോയി കുരങ്ങന്മാരെ കണ്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ കുട്ടികൾക്കൊക്കെ അത് കാണിച്ചു കൊടുത്തു. ഐശ്വര്യ അങ്ങനെ മാറ്റിയെടുത്തതാണ്. പിന്നെ അതിൻ്റെ മേലെ കയറി താഴേക്ക് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണല്ലോ അല്ലേ. അതൊരു ഒരു ഒരു എന്താ പറയുക, അതല്ലേ, അങ്ങനെയാണല്ലോ. അതൊക്കെ ആസ്വദിച്ചു. ഞങ്ങൾ ട്രാവലറിലാട്ടോ പോയത്. ഇതാണ് ഞങ്ങളെ വണ്ടി. അതിൻ്റെ മേലെ ആൾ കയറിയിട്ടുണ്ട്. താഴെ കണ്ടു ചെറിയൊരാൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഗ്ലാസ്സൊക്കെ ക്ലോസ് ചെയ്തതിനെ കൊണ്ട് ഉള്ളിൽ കയറിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ചെക്കിങ് വരുന്നത് 2 മണിക്കാണ് കേട്ടോ. അപ്പോൾ ടൈം ഉണ്ടായപ്പം ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ഹണി മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ പോയി. അവിടെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. കുറച്ച് ഹണീനെ പറ്റിയിട്ടും തേനീച്ച വളരുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഫ്ലേവറിലുള്ള ഹണി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെക്കൊണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു ാണ് കേട്ടോ ഇറങ്ങിയത്. അവിടെ ചാർജ് കുറവാട്ടോ. 30 രൂപ അഡൽറ്റിനും, ചിൽഡ്രന് 20 രൂപ. അത് 5 വയസ്സിന് മേലെയുള്ള മക്കൾക്ക് 20 രൂപ വരുന്നുള്ളൂ. പോകുന്നവരൊന്ന് പോയി നോക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ റിസോർട്ട് പിടിച്ചു. അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. ഫുൾ വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് എടുത്തിട്ടുള്ളൂ. പക്ഷെ പുറത്തുനിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. മെയിനായിട്ട് ഞങ്ങൾ പോയത് പൂളിലിറങ്ങണം, പൂളിൽ കളിക്കണം, കുറച്ച് സംസാരിക്കണം, അങ്ങനെയുള്ള അല്ലറ കാര്യങ്ങളായിട്ടാണ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പൂളിലിറങ്ങിയിട്ടുണ്ട്, വലിയൊരു മക്കളൊക്കെ. പക്ഷേ പൂളിലിറങ്ങിയ വീഡിയോ ഞാൻ ഇട്ടപ്പം എനിക്കത് റിമൂവ്ഡ് ആയിട്ട് വന്നു. അപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ ഷോർട്സ് ഇടുന്നത് കേട്ടോ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത്. അങ്ങനെ കുറച്ച് സ്പോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്തു. ചായ കൂടി കഴിഞ്ഞു, ഫുഡൊക്കെ റെഡിയാക്കി. ഞങ്ങൾ കിച്ചൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ലേറ്റായിട്ടാണ് കേട്ടോ കിടന്നത്. അതേമാതിരി ലേറ്റായിട്ടാണ് എണീച്ചതും. അങ്ങനെയുള്ളൊരു മോർണിംഗ് വൈബാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾക്ക് ചെക്കൗട്ട് വരുന്നത് 11 മണിക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഡ്രസ്സിങ്ങൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെയൊക്കെ കഴിച്ചു പോകുന്ന വഴിക്ക് കൊടുവള്ളി തൂക്കുപാലമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഒന്ന് കയറിയിട്ട് കണ്ടു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൂക്കുപാലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഒക്കെയാണ്. പക്ഷെ പണ്ട് തൂക്കുപാലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പേടിയായിരുന്നല്ലോ. അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവിടെ പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്. ഓക്കെ.